പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ 1ാം ക്ലാസ് ദുറൂസ് അറബി മലയാളം വായന ആൻഡ് എഴുത്ത് പരീക്ഷ. മെയിൻ ചോദ്യം വായന പരീക്ഷയാണ്. ഇതിൻ്റെ അപ്പുറത്താണ് എഴുത്ത് പരീക്ഷ ഉണ്ടാവുക. നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് വായന പരീക്ഷയുടെയും എഴുത്ത് പരീക്ഷയുടെയും മോഡൽ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുക എന്നതാണ്. മറ്റൊരു മോഡൽ ചോദ്യപേപ്പർ പരിചയപ്പെടുത്തിയ വീഡിയോ കമൻറ്റിലുണ്ട്. ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ചാനലിൽ മറ്റു 1ാം ക്ലാസ്സിൻ്റെ വീഡിയോകളുമുണ്ട്. ഇനിയും നമുക്ക് ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോകൾ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ചോദ്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, ദുറൂസ് അറബി മലയാളം അൽ ഖിറാഅ എന്ന് പറഞ്ഞാൽ വായനയാണ്. 50 മാർക്കിനായിരിക്കും ചോദ്യം ഉണ്ടാവുക. അപ്പോൾ ഓരോ കുട്ടിയെയും ഉസ്താദിൻ്റെ അടുത്തേക്ക് വിളിച്ച് ഉസ്താദ് വായിപ്പിക്കുകയാണ് ചെയ്യുക. ഓരോ ചോദ്യത്തിന് നേരെയും അതിനുള്ള മാർക്ക് അവിടെ കൊടുത്തിട്ടുണ്ടാകും. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാം, അക്ഷരങ്ങൾ വായിക്കാം എന്ന ചോദ്യമാണ്. ഉറപ്പായും നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കുക എന്ന് മാത്രമല്ല, വളരെ ടഫുള്ള അർത്ഥങ്ങളായിരിക്കും അതിലൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് ഈ അക്ഷരങ്ങളൊക്കെ കുട്ടികൾക്ക് അറിയുമോ എന്ന് രക്ഷിതാക്കളൊന്ന് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. അക്ഷരങ്ങൾ മലയാളവും അറബി മലയാളവും ഒക്കെ ആയിട്ട് നമ്മുടെ പാഠഭാഗത്തിൻ്റെ അവസാനത്തിലുണ്ട്. നമുക്ക് എളുപ്പം കുട്ടികളെ പഠിപ്പിക്കാനും കുട്ടികൾക്ക് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണത്. അങ്ങനെയൊക്കെ സൗകര്യമുണ്ട്. ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്തി അറബി മലയാളം മുഴുവൻ അക്ഷരങ്ങളും കുട്ടികൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. എന്നാൽ ഒരു പേടിയും പേടിക്കേണ്ട. ഏത് ചോദ്യം വന്നാലും കുട്ടികൾ ഉത്തരം എഴുതിക്കോളും. അതിനിക്ക് എല്ലാ അക്ഷരങ്ങളും പഠിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രയോജനകരമായ വഴി. അക്ഷരങ്ങൾ വായിക്കാം എന്നുള്ളതിൽ ഒന്ന് ങ്ക എന്നുള്ള അക്ഷരമാണ്. പിന്നെ ന്ത എന്ന അക്ഷരവും ക്വ എന്നുള്ള അക്ഷരവും പക്വത, പിന്നെ ക്ഷമ, അങ്ങനത്തെ 5 വാക്കുകളാണ്. ഇത് എല്ലാം അല്പം പ്രയാസമുള്ളതാണ്. കുട്ടികൾക്ക് അറിയുമോ എന്നൊന്ന് നോക്കുക. ഇനി രണ്ടാമത്തത് വാചകങ്ങൾ വായിക്കാം എന്ന മറ്റൊരു ചോദ്യമാണ്. ഇതും ഉറപ്പായിട്ടുള്ള ചോദ്യമാണ്. വായന പരീക്ഷ എന്ന് പറഞ്ഞാൽ തന്നെ ഇതുപോലുള്ളത് വായിക്കുക എന്നതാണ്. അതിൽ 5 വന്നിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. ഭക്ഷണം പാഴാക്കരുത്, നമ്മുടെ പാഠഭാഗത്തിലുള്ളത് തന്നെയാണത്. ഗുരുനാഥൻ, അതുപോലെ തന്നെ സന്തോഷം, ഞാവൽ പഴമായിരിക്കും ഞാവൽ, പിന്നെ ഡയറി എന്നിങ്ങനെ 5 വേർഡുകളാണ്. ഇത് കുട്ടികൾക്കൊന്ന് കാണിച്ചു കൊടുത്ത് നോക്കൂ, അവർ പറയുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ഇനി ചേർത്ത് വായിക്കാം എന്നുള്ള മറ്റൊരു ചോദ്യമാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലെ നല്ല നല്ല വീഡിയോ ഇനിയും നമുക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൂടെ കൂടുക. ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഇൻഷാ അല്ലാഹ് അവസാനത്തിൽ ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ താങ്ക്സോ മറ്റോ ഒന്ന് എഴുതി സന്തോഷത്തിന് അറിയിക്കുകയും ചെയ്യുക. ചേർത്തു വായിക്കാം എന്ന ചോദ്യം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമല്ല. എന്നിരുന്നാലും നമ്മളെ പാഠഭാഗത്തിൽ ഇങ്ങനെ ചേർത്തു വായിക്കേണ്ട പദസൂര്യനൊക്കെ നൽകിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, മാങ്ങ ചക്ക എന്ന പാഠത്തിൽ നമ്മളത് പഠിച്ചതാണ്. ആ പാഠത്തിൽ ഇതുപോലത്തെ 1-2 പദസൂര്യനങ്ങൾ ചേർത്ത് വായിക്കാനുള്ളതുണ്ട്. ഇവിടെ കുട്ടികൾ പഠിച്ചതനുസരിച്ച് വായിക്കുക എന്നുള്ളതാണ്. വാങ്ങുക, മുഴങ്ങുക, പൊങ്ങുക, വളരെ എളുപ്പമുള്ളതാണ്. അതിൻ്റെ മാർക്കും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വായന പരീക്ഷയുടെ രൂപം. ഇനി നമുക്ക് എഴുത്തു പരീക്ഷയിലേക്ക് കടക്കാം. അപ്പോൾ പരീക്ഷയുടെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ. നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലായിരിക്കില്ല ചിലപ്പോൾ പരീക്ഷ ഉണ്ടാവുക. ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല എളുപ്പമായിരിക്കും, വളരെ സിമ്പിളായിരിക്കും. ചിലപ്പോൾ നോർമലായിരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും കടുപ്പമുണ്ടാവും. അതുകൊണ്ട് കുട്ടികളെ നന്നായി പഠിപ്പിക്കുക, എന്നാൽ നമുക്ക് സമാധാനത്തിലിരിക്കാം എന്നത് തന്നെയാണ്. മറുപുറത്ത് ദുറൂസ് അറബി മലയാളം കിതാബത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒന്നാമത്തത്, വിട്ട അക്ഷരങ്ങൾ അറബി മലയാളത്തിൽ എഴുതാം എന്നതാണ്. ഇങ്ങനൊരു ചോദ്യം നമുക്ക് ഉറപ്പിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കുക, അവരെ കൊണ്ടൊന്ന് വായിപ്പിച്ച് നോക്കുക. 4 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ചിത്രങ്ങൾക്ക് താഴെ ആ വാക്കിൻ്റെ പകുതി അവസാന ഭാഗം നൽകിയിട്ടുണ്ട്. മുമ്പുള്ള അക്ഷരങ്ങൾ പോയിട്ടുണ്ട്. അത് ആ ഒഴിഞ്ഞ ഭാഗത്ത് എഴുതി കൊടുക്കുകയാണ്. ഞാനത് എഴുതി കൊടുത്തിട്ടില്ല. കുട്ടികൾക്ക് പഠനത്തിന് ഒന്നുകൂടെ ഇത് സഹായകമാകും എന്നതുകൊണ്ടാണ് അവിടെ ഒഴിച്ചിട്ടത്. ഗുളികയാണ് നൽകിയിട്ടുള്ളത്. ലിഗ എന്നുണ്ട്. ഗു എന്ന് എഴുതി കൊടുത്താൽ മതി, ഗുളികയായി. പുഷ്പമാണ്. പം എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. വിട്ട ഭാഗം പുഷ് എന്നുള്ളത് നമ്മൾ അവിടെ എഴുതി കൊടുക്കണം. അതുപോലെ തന്നെ എന്നുണ്ട്. മരത്തിൻ്റെ ചിത്രമാണ്. മര എന്നുള്ളതാണ് വിട്ടുപോയത്. പിന്നെ ഭരണിയാണ് കാണുന്നത്. നീ ഉണ്ട്. ഭര എന്നുള്ളത് വിട്ടുപോയിട്ടുണ്ട്.
ഭരണി. ഇതൊക്കെ നമ്മുടെ പാഠഭാഗങ്ങളിൽ വന്ന മെയിനായിട്ടുള്ള ചിത്രങ്ങളാണ്. അപ്പോൾ ഇതുപോലത്തെ ചോദ്യം തന്നെ ആയിരിക്കും. പുറമേ നിന്നുള്ള ചിത്രം കൊടുത്തിട്ട് ചോദിക്കില്ല. നമ്മുടെ പുസ്തകത്തിൽ വന്ന മെയിനായ ഹെഡിങ്ങുള്ള ചിത്രം കൊടുത്തിട്ട് പൂരിപ്പിക്കാനുണ്ടാവും. ചിലപ്പോൾ തുടക്കം എഴുതും, ചിലപ്പോൾ അവസാനം എഴുതും, ചിലപ്പോൾ സെൻറ്റർ ആയിരിക്കും ഒഴിവാക്കുക. എങ്ങനെ വന്നാലും കുട്ടികൾക്ക് അതിന് വേണ്ട പരിശീലനം കൊടുക്കുക. കുട്ടികളോട് പറയുക, ചിലപ്പോൾ ആദ്യം ഉണ്ടാവും, അവസാനമായിരിക്കും എഴുതേണ്ടി വരിക, ശ്രദ്ധിച്ച് എഴുതണേ, നോക്കി എഴുതണം എന്നൊക്കെ പറയുക. പ്രത്യേകിച്ച് അക്ഷരങ്ങളാണ് അല്പം ബുദ്ധിമുട്ടുള്ള ഒരുപാട് അക്ഷരങ്ങളുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് അങ്ങനത്തെ അക്ഷരങ്ങൾ നല്ലോണം നോക്കുക. ഏറെക്കുറെ അറബി 8 സാമ്യമുള്ളത് കൊണ്ട് കുറേ അക്ഷരങ്ങൾ അവർക്ക് അറിയുന്നുണ്ടാകും. അപ്പോൾ അറിയാത്തതിനെ ഇമ്പോർട്ടൻ്റ് ആയി കണ്ട് അത് നല്ലോണം പഠിപ്പിക്കുക. ഇനി അടുത്ത ചോദ്യം, അറബി മലയാളം അക്ഷരമാക്കാം. ഇങ്ങനെ ഒരു ചോദ്യം ഉറപ്പിക്കാം. എന്തായാലും ഇങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടാവും. ഇപ്പോൾ ലോ എന്ന അക്ഷരം കൊടുത്തിട്ടുണ്ട്, അതിനെ ള എന്നാക്കാനാണ്. അവിടെ ഞാൻ എഴുതി കൊടുത്തിട്ടില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, ള എന്ന അക്ഷരമാക്കാം. അതുപോലെ തന്നെ ആ കൊടുത്തിട്ടുണ്ട് ഐനിലെ, അതിനെ നമുക്ക് ങ എന്നുള്ള അക്ഷരവും മറ്റുമൊക്കെ ആക്കിയിട്ട് അറബി മലയാളത്തിലേക്ക് ആക്കാം. ഇനി അടുത്ത് ഹ എന്നതാണ്. ഹ എന്നതിനെ ച എന്നാക്കാം, ഞ എന്നാക്കാം. അതൊക്കെ പറ്റും. അതിന് കുട്ടികൾക്ക് അറിയുന്നുണ്ടോ എന്നുകൂടെ ഒന്ന് നോക്കുക. പിന്നെ മൂന്നാമത്തത് നിറം നൽകാം. പലപ്പോഴും പരീക്ഷ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമാണ് നിറം നൽകാം എന്നുള്ള ചോദ്യം. അതുകൊണ്ട് കളർ കൊടുത്തേക്കുന്നത് നന്നായിരിക്കും. അവിടെ പ എന്നുണ്ട്, അതുപോലെ തന്നെ ധനികൻ എന്നുണ്ട്, ഛായ എന്നുണ്ട്. ചിലപ്പോൾ അക്ഷരങ്ങളായിരിക്കും, ചിലപ്പോൾ ഇതുപോലെ പാഠഭാഗങ്ങളിലൊക്കെ വന്ന വാക്കുകളായിരിക്കും കളർ കൊടുക്കാൻ. അപ്പോൾ വൃത്തിക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി കുട്ടികളോട് പറയുക. ഇനി നമുക്ക് അവസാനത്തെ ചോദ്യം വായിക്കാം. ഹർക്കത്തുകൾ നൽകാം എന്നതാണ്. ഇതിലെ 4ാമത്തെ ചോദ്യമാണ്. അതിൽ നിങ്ങൾക്ക് 2 വാക്കുകൾ കാണാം. ഇതുപോലൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് കുട്ടികൾക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ പാഠഭാഗത്തിലെ 2 വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ഫത്ത്, കസ്ർ, ലമ്മ്, ഹർക്കത്തുകളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് അറബി മലയാളമാണ്, കാരണം 3 പുള്ളികളുള്ള അക്ഷരങ്ങളൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെ ഇത് മനസ്സിലാക്കും? അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് പാഠം നന്നായി വായിക്കുക എന്നുള്ളത് തന്നെയാണ്. കുട്ടികൾക്ക് പാഠത്തിലെ ഓരോ വാക്കുകളും മനസ്സിലിങ്ങനെ തറച്ച് നിൽക്കണം. അങ്ങനെയെങ്കിലാണ് ഇതുപോലത്തെ ചോദ്യങ്ങൾ വന്നാൽ കുട്ടികൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം അവരിങ്ങനെ പഠിച്ച് എളുപ്പമുള്ളതായതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ അവർക്ക് മനസ്സിലാകും. പക്ഷപാതം പാടില്ല, ഡയറി എഴുതണം എന്നീ 2 വാക്കുകളാണല്ലോ ഇത്. അതിനനുസരിച്ച് അവർ ഫത്തഹ്, കസ്ർ ഇതൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മളും ഇതുപോലെ ബുക്കിൽ ഫ്രീ ആയിട്ടുള്ള റഫ് നോട്ട് ബുക്കിൽ ഒന്നും ഇടാതെ എഴുതി കൊടുക്കുക. എന്നിട്ട് അവരോട് അതിന് അർക്കത്തൊക്കെ ഒന്ന് ഇടാൻ വേണ്ടി പറയുക. അവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇതോടെ മറ്റൊരു പേപ്പറും കൂടെ നമ്മൾ വായിച്ചു കഴിഞ്ഞു. മറ്റൊരു പേപ്പർ ആദ്യം നമ്മൾ ചെയ്തിരുന്നു. കാണാത്തവർ അതും കൂടെ കാണുക. കുട്ടികൾക്ക് നല്ല രൂപത്തിൽ മാർക്ക് കിട്ടാൻ കാരണമാകുന്ന രൂപത്തിലൊക്കെ നല്ലോണം പഠിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളൊക്കെ അല്ലാഹു ലോകത്തും കൺകുളിർമയുള്ള മക്കളാക്കട്ടെ. പാഠം തുടക്കം മുതൽ അവസാനം വരെ നന്നായി വായിപ്പിക്കുക, എഴുതിപ്പിക്കുക. ഉയർന്ന മാർക്ക് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചെയ്ത് കൂടുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.